എക്സ്പീരിയൻസ് ആണോ ഞാൻ പറയണ്ടേ, എന്താ പറയണ്ടേന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. നമ്മൾ നെപ്പോക്കിട്ട് ഒന്നുണ്ടെങ്കിൽ ഒരിക്കലും വിളിക്കത്തില്ല. ഗോഡ് ഫാദേഴ്സ് ഇല്ല. നെപ്പോക്കിഡ്സിന് സിനിമയില്ലാന്ന് ആര് പറഞ്ഞു? അത് വേറെ നെപ്പോക്കിട്ട്. പിന്നെ അദ്ദേഹം ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലെ തന്നെ ഡേറ്റ്സ് ചോദിച്ചു, ഓക്കെ പറഞ്ഞു, സെറ്റിൽ വന്ന ശേഷം കഥ കേട്ടു. ധ്യാന്റെ കൂടെ കൂടി ഇങ്ങനെ ആയതാണോ അതോ നേരത്തെ ഇങ്ങനെ തന്നെയാണോ? എനിക്ക് തോന്നുന്നു നേരത്തെ ചോദിച്ച പോലെ ധ്യാൻചേട്ടൻ എന്തുകൊണ്ട് ഓക്കെ പറഞ്ഞു എന്നുള്ളത് ഇതായിരിക്കും ചിലപ്പോൾ. ഞാനിങ്ങനെ ആയതുകൊണ്ട് ധ്യാൻചേട്ടന് പെട്ടെന്ന് നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. തഗ് മുന്നേ ഞാൻ എന്തിനു കൺസിഡർ ചെയ്യണം ചോദിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടില്ല. ഒരു സിനിമയുടെ പേര് അതിന്റെ ആക്ടറിന്, നായകന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചേരുന്ന വേറൊരു സിനിമയും നായകനും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമയുടെ പേര് തഗ്, നായകന്റെ പേര് ധ്യാൻ ശ്രീനിവാസൻ. തഗിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഐ ഹാവ് ടീം തഗ് വിത്ത് മീ. അപ്പോ സാധിക, ബാലു, ക്ലെയർ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ആദ്യം റൈറ്റർ, ആക്ടർ, ഡയറക്ടർ അല്ലേ, മൾട്ടിപ്പിൾ റോൾസ്. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? ധ്യാനെ ഉദ്ദേശിച്ച് പേരിട്ടതാണോ? ആണെന്നും അല്ലെന്നും പറയാം. പടത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിട്ട് തോന്നി. പിന്നെ ഫിക്സ് ചെയ്യാൻ കാരണം അത് തന്നെയാണ്. ധ്യാൻ ചേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ക്യാച്ചി ആയിട്ട് ഓഡിയൻസിലേക്ക് റീച്ച് ആകാൻ എളുപ്പമാണെന്ന് തോന്നി തന്നെയാണ് ഇട്ടത്. സത്യം അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ധ്യാൻ യൂഷ്വലി ധ്യാന്റെ സിനിമകളുടെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ടാണ് ഇവരെന്റെ അടുത്ത് വരിക, ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, അങ്ങനെയാണ് സംഭവിക്കുക എന്ന്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇതിൽ ധ്യാൻ എങ്ങനെയാ സംഭവിച്ചത്? ഇല്ല, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ധ്യാൻ ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ ധ്യാൻ ചേട്ടനായിരുന്നു. നേരെ ധ്യാൻ ചേട്ടനിലേക്കാണ് പോയത്. പിന്നെ അദ്ദേഹം ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലെ തന്നെ ഡേറ്റ്സ് ചോദിച്ചു, ഓക്കെ പറഞ്ഞു, സെറ്റിൽ വന്ന ശേഷം കഥ കേട്ടു. ഇത് എത്ര കാലം മുന്നേ പറഞ്ഞതാ? കാരണം എന്താ വെച്ചാൽ ധ്യാൻ ഒരു 2 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല സരോജ് കുമാർ അവസ്ഥയുള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. ധ്യാൻ ചേട്ടന്റെ അവൈലബിലിറ്റി നോക്കിയാണ് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഫ്രീ ഉള്ള ടൈം പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് മേടിക്കായിരുന്നു ഡേറ്റ്. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അപ്പൊ കഥ കേട്ടത് ഇവിടെ വന്നിട്ടാണ്. സെറ്റിൽ വന്ന അന്ന് രാവിലെ എന്നോട് ചോദിച്ചു, എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു. ഞാൻ ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പക്ഷെ സാധാരണ പുള്ളിക്കാരൻ നട്ഷൽ കേട്ടിട്ട് നിർത്തുന്നതാണ്. നമ്മുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഫുള്ള് കേട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അല്ല വെറുതെ ഒന്നും അഭിനയിച്ചില്ല. സെറ്റിൽ എത്തുന്നിടം വരെ ചേട്ടൻ കഥ കേട്ടിട്ടില്ല. സത്യം. പിന്നെ എന്ത് പുള്ളിയത് അപ്പൊ ആദ്യമേ ഓക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ സിനിമ സംഭവിക്കുന്നത്. ഞാൻ ചേട്ടൻ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ നമ്മള് ഇപ്പൊ ഈ എഴുത്തും താങ്കൾ തന്നെയാണല്ലോ. ഈ ത്രില്ലർ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്, അതായത് യൂഷ്വൽ ഒരു കഥ എഴുതുന്ന പോലെ വെറുതെ എഴുതി പോയാൽ പോരല്ലോ. ടെക്നിക്കലിയും കൂടെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, തിയറിറ്റിക്കലി കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ ഒരു റീസെർച്ച് ഉണ്ടല്ലോ. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? എത്ര നാളത്തെ പ്രിപ്പറേഷൻ ആണ്? സ്റ്റോറി നമ്മുടെ കയ്യിൽ നേരത്തെ ഇതുപോലൊരു ചെറിയൊരു സിനോപ്സിസ് പോലെ 1 ലൈൻ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പേരുണ്ട്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന 1-2 പേരുണ്ട്. എനിക്ക് ഈ മെഡിക്കൽ ടേംസിലൊന്നും തെറ്റുപറ്റരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ജുവൽ ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട്. ആള് ഓക്കെ ഡോക്ടറാണല്ലോ, ഡോക്ടർ ജുവൽ. അപ്പോൾ ഞാൻ ആളെ വിളിച്ചിരുത്തിയിട്ട് ഈ സ്റ്റോറിയുടെ ഒരു ഇത് പറയും. മെയിൻ പോർഷൻസിൽ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ മെഡിക്കൽ ടേംസ് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച്, അതുപോലെ തന്നെ പോലീസ് ഈ പറഞ്ഞ പോലെ ആലപ്പി SP ഓഫീസ് വർക്ക് ചെയ്യുന്നിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ ആർട്ടിസ്റ്റും കൂടാണ് അദ്ദേഹം, ലത്തീസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്നുള്ളത് മാത്രമേ. അല്ലല്ല, അത് നമ്മുടെ ആർട്ടിസ്റ്റുകളാണ്, അവർ പോലീസുകാരല്ല. ഇത് ശരിക്കുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇതുപോലെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. പിന്നെ ഈ ഞാൻ തന്നെ എഴുതി ഞാൻ സംവിധാനം ചെയ്യുന്ന പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, വേറൊരാളുടെ കഥയെടുത്ത് നമ്മൾ നശിപ്പിക്കുവാണെങ്കിലാണല്ലോ നമ്മൾ ഉത്തരം പറയേണ്ട ഒരു പ്രശ്നം വരുന്നുള്ളൂ. ധ്യാന്റെ കൂടെ കൂടി ഇങ്ങനെ ആയതാണോ അതോ നേരത്തെ ഇങ്ങനെ? എനിക്ക് തോന്നുന്നു നേരത്തെ ചോദിച്ച പോലെ ധ്യാൻ ചേട്ടൻ എന്തുകൊണ്ട് ഓക്കെ പറഞ്ഞു എന്നുള്ളത് ഇതായിരിക്കും ചിലപ്പോൾ. ഞാനിങ്ങനെ ആയതുകൊണ്ട് ധ്യാൻ ചേട്ടന് പെട്ടെന്ന് ആ ഒരു ഫീല് കിട്ടിയതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു 4-5 ദിവസം ധ്യാൻ, പിന്നെ ഡയറക്ടർ, ഫുൾ ടൈം ഡയറക്ടർ, ആക്ടർ ഒക്കെ ഇങ്ങനെ? നിങ്ങൾ എങ്ങനെ? ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിമാണ് കുറെ വർഷമായിട്ട് എനിക്ക് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെയാണെന്ന് അറിയുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ ചിരിച്ചു തള്ളി വിടുന്നല്ലേ. ഇത് ശീലമാണ്. കാരണം ആളുടെ കൂടെ ചിലപ്പോൾ നമുക്ക് പുതിയ ആളൊക്കെ വന്ന് നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്കത്
കൂടെ ആയി അങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാം ഇത് എങ്ങനെയാണെന്ന് അറിയുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ സിനിമയാണോ? ആ ചേച്ചി അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ആ ചേച്ചി അങ്ങനെ വന്നു ചേച്ചി, ഓ ഇതങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുന്നതാണ് ചേച്ചിക്ക് ടെൻഷൻ. എന്തോ പറ്റിയിട്ടുണ്ടോന്ന്. ഓക്കെ, ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ പോസ്റ്ററിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. എനിക്ക് വാത്സല്യത്തിൽ ഗീത ചേച്ചിനെ ഓർമ്മ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, ക്യാരക്ടറിനെ കുറിച്ച് പോസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ ഒരു നാടൻ ക്യാരക്ടറാണ്. നാടൻ എന്ന് വെച്ചാൽ ആ ഒരു അപ്പിയറൻസ് അങ്ങനെയാണല്ലോ. ഒരു ഫാമിലി, അതായത് വൈഫിൻ്റെ ക്യാരക്ടറാണ്. പ്രിയ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇതിലൊരു മെയിൻ ലീഡ് ചെയ്യുന്ന, അതായത് ഇതിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ട്, CI പരലോകം എന്ന് പറഞ്ഞിട്ട്, ആളുടെ വൈഫിൻ്റെ ക്യാരക്ടർ, ദേവ് ചെയ്ത ക്യാരക്ടറാണ്. അതിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ അത്ര സുഖമായിട്ടുള്ളൊരു ലൈഫൊന്നും ആയിരിക്കില്ല. ബിക്കോസ് അവർ പല സ്ട്രെസ്സും പല ഇഷ്യൂസൊക്കെ ആയിട്ട്, അപ്പോൾ അതിന് ആളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന, ആളുടെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന വൈഫ് എന്നുള്ളതാണ്. ഒരുപാട് ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കാകെ 1-2 ദിവസം ഷൂട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് സീൻസേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ലെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ ആ സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട് ക്യാരക്ടർ എന്നുള്ളതാണ്. അതായത് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ അധികം നേരം ഇല്ലെങ്കിൽ ഇല്ല, സിനിമയുടെ മൊത്തത്തിൽ ഞാനുണ്ടായിരുന്നു. ഇതിലുള്ള എല്ലാ ആൾക്കാരും അത് തന്നെയായിരിക്കും. നിങ്ങളൊരു എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് കുറവാണ്. പക്ഷെ ആരെങ്കിലും ഒക്കെ ആയി കണക്ട് ആയിട്ട് എല്ലാ വ്യക്തികളും സ്ക്രീനിൽ ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറയാം. നായികയെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ ദിസ് ഈസ് യുവർ ഫസ്റ്റ് മൂവി, നോ? അല്ലേ? ഫസ്റ്റ് മൂവി അല്ല ശരിക്കും. ഇതിന് ശരിക്കും ധ്യാൻ ചേട്ടന്റെ കൂടെ ഉജ്ജ്വലനുണ്ട്. ഉജ്ജ്വലന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഷൂട്ട് നടന്നത്. അല്ല, അത് രണ്ടുമല്ലേ ഇപ്പൊ പ്രസന്റിലുള്ളത്? ഇപ്പൊ പ്രസന്റ് റിലീസ് ആയിട്ടില്ലല്ലോ. ഒന്ന് റിലീസ് ആയിട്ടില്ല. മൂന്നാമതൊരു പടമുണ്ട്. അത് ധ്യാൻ പറഞ്ഞ് ധ്യാന്റെ കൂടെ മാത്രം അഭിനയിപ്പിക്കുന്നതാണ് എക്സ്ക്ലൂസീവ്. അല്ല, അതെങ്ങനെയാന്ന് എനിക്കും അറിയില്ല. ചിലപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ധ്യാൻ ചേട്ടനുള്ളത് കൊണ്ടായിരിക്കും. ചിലപ്പോ അതായിരിക്കും കൂടുതൽ. ഒരു മാസം ചിലപ്പോ ഞാൻ മാത്രല്ല, വേറെയും നായികന്മാരും വേറെയും ആക്ടേഴ്സും ഒക്കെ ധ്യാൻ ചേട്ടന്റെ മൂവിയിലായിരിക്കും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കുക. സത്യം. അപ്പം എൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ മൂവി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ജയ് ഗണേഷ് ആയിരുന്നു വന്നത്. ഈ എന്തായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്? ഫസ്റ്റ് മൂവി അല്ലാന്നാണ് പറഞ്ഞു. എന്താ എലാബറേറ്റ് ചെയ്യണ്ടേ? ജയ് ഗണേഷ് ആയിരുന്നു ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞ് വന്ന സിനിമ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ധ്യാൻ ചേട്ടൻ എങ്ങനെയാ തഗ്ഗിലേക്ക് എത്തിയെന്നുള്ളതിന്റെ ഏകദേശ രൂപം മനസ്സിലായി. ആരും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ല. തുടങ്ങിയ സമയത്ത് ധ്യാന്റെ ഫേസും തഗ്ഗുമായിട്ട് കണക്ഷൻ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും മൂവി ഇങ്ങനെ തഗ്ഗായത് എനിക്ക് മനസ്സിലാവും. അതെ. എൻ്റെ ഇപ്പം ആസ് എൻ ഫസ്റ്റ് മൂവി എന്നുള്ള എക്സ്പീരിയൻസ് ആണോ ഞാൻ പറയണ്ടേ, എന്താ പറയണ്ടേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കൊടുക്കാ കൊച്ചിന് അതാന്ന് തോന്നുന്നു അതിന്റെ പ്രശ്നം. എവിടെ കുട്ടിയുടെ അത് കയ്യിലില്ലാത്തതാ. കുട്ടാ, നമ്മള് ജയ് ഗണേഷിലാണ് തുടങ്ങിയത്, ഇപ്പൊ നമ്മള് തഗ്ഗിലെത്തി. ഇനി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് തുടങ്ങിയത് ഏറ്റവും ആദ്യം. മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിംസ്. അത് ചെയ്തത് അതാണ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളതുകൊണ്ട് ചെയ്തതല്ല. ശരിക്കും എനിക്ക് വരുന്ന വർക്ക് ഞാൻ ചെയ്തതാണ്. സോ ദാറ്റ് എക്സ്പീരിയൻസ് കിട്ടാനും പഠിക്കാനും. ഇപ്പം ചെറിയ വർക്ക് ആണെങ്കിലും ചില അപ്കമിങ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് എ ഫോം ഓഫ് ആർട്ട്. നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആസ് ചിലപ്പോൾ ഒരു സിനിമ സെറ്റിൽ ചെന്നിട്ട് നമുക്ക് അധികം കമ്മ്യൂണിക്കേഷൻ നടക്കില്ലായിരിക്കും. ഒരു ഡയറക്ടർ ഓക്കെ വന്ന് ചെന്ന്, ബാലുചേട്ടൻ അങ്ങനെയായിരുന്നില്ല, പെട്ടെന്ന് പറയുകയോ ചെയ്യുമോ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഓഡിഷൻസ് ആണ് പിന്നെ ചെയ്യാറ്. ഓഡിഷൻസ് എന്ന് പറയുമ്പോൾ അഗ്രസീവായിട്ട് ഓഡിഷൻസ് കൊടുക്കാറുണ്ട്. വരുന്ന ഒട്ടുമിക്ക ഓഡിഷൻസിനും പ്രൊഫൈൽ അയക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോയി ഓഡിഷൻ കൊടുക്കും. അങ്ങനെ സ്ഥിരം ഒരു ഓഡിഷൻ തൊഴിലാളിയായിട്ട് കുറച്ച് വർക്കുകളിൽ ഞാൻ വന്നു. അത് നിവിൻ ചേട്ടൻ്റെ സീരീസ് ഉണ്ട്, ഫാർമയിലുണ്ട്, പിന്നാണ് മിഥുൻ ചേട്ടൻ്റെ. അതിനകത്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ. ഇപ്പോൾ ഓഡിഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻ
അതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങൾക്കായിരിക്കില്ല മെജോറിറ്റി ഓഡിഷൻസ് നടക്കുക. നമ്മൾ ചില ഓഡിഷൻസ് മാത്രമാണ് നായകൻ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുക. എന്ന് വെച്ചാൽ എല്ലാതും ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വർക്കുകൾ അങ്ങനെ ചെയ്ത് വന്നു. ഉജ്ജ്വലിൽ നിന്നും എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ എന്നെ ഇവിടുന്നും രാജൻ ചേട്ടനാണ് വിളിക്കുന്നത്, ബാലചേട്ടനും രാജേട്ടനും കൂടിയാണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ക്ലിയറിന് 2 ദിവസമാണ് ഷൂട്ടുള്ളത്, പക്ഷെ നിങ്ങളൊരു പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്യണേ. അപ്പം ഞാൻ ഇതെങ്ങനെ ഈ 2 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഡൗട്ട്. അപ്പോൾ പക്ഷേ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എക്സിക്യൂഷൻ സ്റ്റൈലും അവരുടെ സിനിമ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എത്ര സമയം കൊണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിങ്ങും കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം ഇവിടെ ഭയങ്കര ഇൻടാക്റ്റ് ആയിരുന്നു. അപ്പം അത് മനസ്സിലായി ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ സാധിക വരുന്നത്, സാധിക ഒരു 4 ദിവസമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ക്ലെയർ തന്നെ പറഞ്ഞു 2 ദിവസത്തേക്ക് വർക്കുള്ളൂ. സത്യത്തിൽ ഇതിൽ എല്ലാവർക്കും ഏതാണ്ട് എത്ര വർക്ക് ഉണ്ട്? എല്ലാവർക്കും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സ്ക്രീൻ സ്പേസ് എല്ലാവർക്കും പൊതുവെ കുറവാണ്, സ്ക്രീൻ സ്പേസ്. പക്ഷെ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന്റെ റിലവൻസ് എന്ന് പറയുന്നത് വലുതായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ 45ഓളം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് വെറുതെ ഒരു സിനിമയുടെ പോസ്റ്റർ ഒക്കെ വരുമ്പോ ആക്ച്വലി ഇത്ര ആക്ടേഴ്സിനൊന്നും നമ്മൾ കാണാറില്ല. ഇതിപ്പോ ആരെ ഒഴിവാക്കണം ആരെ വെക്കണം എന്ന് അറിയാൻ പറ്റില്ല, എല്ലാവരും ഇമ്പോർട്ടന്റാ. അപ്പൊ ഒരാളെ വെക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. എല്ലാവർക്കും ഒരു സ്ക്രീൻ സ്പേസ് കുറവും, പക്ഷെ ഇമ്പോർട്ടൻസിന് ഭയങ്കര എല്ലാത്തിനും ഒരു കീ പോയിന്റ് ഉണ്ട് കൊടുക്കാനായിട്ട്. ഓരോ ക്യാരക്ടറിനും സംതിങ് ഒരു ഇൻപുട്ട് കൊടുക്കാനുണ്ട് അതിനകത്ത്. ഞാൻ എന്നോട് നേരത്തെ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ധ്യാൻ ചേട്ടനാണോ ഹീറോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം അല്ല, ധ്യാൻ ചേട്ടൻ അല്ല ഹീറോ. ധ്യാൻ ചേട്ടൻ ഇതിനകത്തൊരു കീ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പൊ മറ്റുള്ളവരുടെ എല്ലാവരും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ധ്യാൻ ചേട്ടൻ്റെ ഒരു ഇച്ചിരി കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ധ്യാൻ ചേട്ടൻ അല്ല ഹീറോ. അല്ലെങ്കിൽ വേറൊരിപ്പോൾ ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സക്കറിയ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരാരും അല്ല ഹീറോ, ഞാനും അല്ല. ഇതിനകത്ത് ആ സമയം കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആരാണോ സിറ്റുവേഷനിലാണ് ഹീറോ എന്ന് പറയുന്നത്, ആ കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആ സമയത്ത് ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ന്യൂ കമർ ആയിട്ടുള്ള ക്ലെയറിനെ പോലത്തെ ഇപ്പൊ സക്കറിയ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ സാധിക, സിദ്ദിഖിക്ക, വിനയ പ്രസാദ് മാം, ബിന്ദു പണിക്കര്, സായി കുമാർ ഏട്ടൻ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ഈ 2 എക്സ്ട്രീംസിൽ ഒപ്പിച്ചെടുക്കുന്നത് ആളുകളെ? അത്ര ചില്ലറ പ്രോസസ് അല്ലല്ലോ, ഇവരെല്ലാരും കൊണ്ടുവരണ്ടേ ഓൺ ബോർഡ്? അല്ല, ഞാൻ ഇപ്പോൾ സാധി ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് കുറച്ചധികം നാളായിട്ട് അറിയാവുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. സാധി ചേച്ചിയെ പോലെ ഞാനുമായിട്ട് ക്ലോസ് ആയിട്ട് ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ, ഫസ്റ്റ് മൂവി ചെയ്യുമ്പം ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് എഴുതി വരുമ്പം ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്തോ ആ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പം എൻ്റെ ചുറ്റിനും നിൽക്കുന്ന എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റി. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ എത്തണമെങ്കിൽ, ഞാൻ ബിസിനസ് സൈഡും കൂടെ സംസാരിക്കും. നമ്മളിപ്പം എത്രയാന്ന് പറഞ്ഞാലും സിനിമ ഒരു ബിസിനസ്സും കൂടെയാണ്, നമ്മൾ ആർട്ട് ഫോം ആണ്, ശരിയാണ്. പക്ഷെ എന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പോൾ ആ ആൾക്ക് നമ്മൾ പൈസ റിട്ടേൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേസുകൾ വേണമായിരുന്നു. അതിലെനിക്ക് സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സിദ്ദിഖിക്ക, അതുപോലെ സായി ചേട്ടൻ, ബിന്ദു ചേച്ചി, വിനയ മാം, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ എനിക്ക് കിട്ടി എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ലക്കിയാണ് സത്യത്തിൽ. ബ്ലെസ്ഡ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മളിപ്പോ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 7 പേർക്കും സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ്. അതിലിപ്പോ ഒരു 5 പേര് ഡിറക്ഷൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഇവരിലേക്കൊക്കെ എങ്ങനെ എത്തും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത്രയും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതൊരു വലിയ കാര്യമാണല്ലോ. എങ്ങനെ എത്തും? എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടോ പറഞ്ഞു കൊടുക്കാൻ? കഷ്ടപ്പെടുക എന്നുള്ള അല്ലാണ്ട് ഒരു ക്ലിയർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവണം. അതിന് നമുക്ക് നമ്മളുടെ സ്ഥിരം പാറ്റേൺ അല്ലേ പോലും ഇപ്പോൾ ഈ റീൽ കോണ്ടന്റ് ക്രിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വിസിബിലിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റേജിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഉൾപ്പെടെ പലരും, എൻ്റെ സിസ്റ്റർ ആങ്കറാണ്, ആളുൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്, മതി ഇനിയിപ്പം വേണ്ട, നമുക്ക് നിർത്തിയിട്ട് വേറെ കാര്യങ്ങൾ നോക്കാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയണത് അപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും ഞാൻ പറഞ്ഞു ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോരാ, അതുകൊണ്ടാണ് അത്ര ഞാൻ പറയാതുള്ളൂ. പ്രോസസ്സ് കംപ്ലീറ്റ് ആ ഒരു ആർക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു അണലിയുടെ സെറ്റിൽ വെച്ച് മിഥുൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ അടുത്ത വർക്കിൽ എന്നെ കൺസിഡർ ചെയ്യണമെന്ന് പറയണം.
ഞാൻ വെറുതെ ഒരു ഉപദേശത്തിന് വേണ്ടി വെറുതെ പോയതാ. കൺസിഡർ ചെയ്യുന്ന പറയണേക്കാട്ടും കൂടുതൽ ഇതും പറയണം നമ്മൾ. ഏത് വർക്ക് ചെയ്തു പോകുമ്പോഴും അതും കൂടെ പറഞ്ഞു വെക്കണം. അതിന് മടിയുള്ളവരുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞേ പറ്റൂ, അതല്ലാണ്ട് നടക്കില്ല. അപ്പൊ ഈ ചേട്ടനടുത്ത് ഞാനൊരു ഉപദേശം പോലെ ചോദിച്ചതാ. പുള്ളി എടുത്ത വെച്ച് നിന്നെ മുഖത്തോക്കിട്ട് നിന്നെ ഞാൻ എന്തിനു കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു. കറക്റ്റാ, നിന്നെ ഞാൻ എന്തിനു കൺസിഡർ ചെയ്യണം? അപ്പോ നിനക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടോ? നീ എത്ര സിനിമയിൽ അഭിനയിച്ചു? സിനിമയിൽ അഭിനയിച്ചതിൽ നീ അഭിനയിച്ച് പ്രൂവ് ചെയ്തോ? നിന്നെ അഭിനയം പ്രൂവ് ചെയ്തിട്ടില്ല എത്ര വർക്ക് പുറത്തേക്ക് വന്നു? ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് വെറുതെ ആരും തരില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രസ്റ്റ് പുള്ളി അങ്ങനെ ടീസ് ചെയ്തിട്ടേ പറയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് പുള്ളി എന്നെ കൊണ്ട് ആ ഒരു പ്രോസസ്, ആ പോയിന്റ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എനി ഡയറക്ടേഴ്സ് ടു ജസ്റ്റ് സിംപ്ലി കാസ്റ്റ് യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന ഒരു പെർസ്പെക്റ്റീവ് തന്നതാണ്. പക്ഷേ മമ്മൂക്ക ബെസ്റ്റ് ആക്ടർ പറയുന്നത് നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാക്കിയെന്ന് ചോദിക്കുന്നത് അത്രേ ഉള്ളൂ, സിമ്പിൾ. അതിൽ കൂടുതലൊന്നും പറയില്ല. ആരും വീട്ടിൽ വന്ന് നമ്മളെ വിളിക്കത്തില്ല. നമ്മൾ നെപ്പോക്കിട്ട് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിളിക്കത്തില്ല. ഗോഡ് ഫാദേഴ്സ് ഇല്ല. നെപ്പോക്കിഡ്സിന് സിനിമയില്ലാന്ന് ആര് പറഞ്ഞു? അത് വേറെ നെപ്പോക്കിട്ട്, അത് വേറെ കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത എന്തോ ഒരു DQന് പടമുണ്ട്, വിനീതേണ്ണന് പടമുണ്ട്, ധ്യാൻ ചേട്ടന് പടമുണ്ട്. നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. തഗ് എനിക്ക് വിഷയം മൊത്തത്തിൽ മാറ്റണമെങ്കിൽ ഓക്കെ. ഇനി തഗ്ഗിനെ കുറിച്ച് ധ്യാന്റെ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്ക് ഫുൾ ഓൺ തഗ് പോലത്തെ എന്തോ ഒരു സിനിമയാണ്. അത് ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്ത് ആളുകളെ തിയേറ്ററിലേക്ക്. അങ്ങനെ ഒരു സിനിമ അല്ല, എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. ദൈർഘ്യം കുറഞ്ഞ ഒരു സിനിമയാണ്, അധികം വലിച്ചു നീട്ടലൊന്നുമില്ല. ഫസ്റ്റ് ഷോട്ട് തൊട്ട് നമ്മൾ കഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ആരും ഫസ്റ്റ് ഷോട്ട് മിസ്സാക്കരുത്. ഫസ്റ്റ് ഷോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയുടെ. അത്രയും പറയുന്നുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ ജോണർ തന്നെയാണ്. CI പരലോകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവന്നു, അതിലേക്ക് എത്തിപ്പെടുന്ന മറ്റുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ എല്ലാവരും കീ ക്യാരക്ടേഴ്സ് ആയിട്ട് അതിൽ വരുന്നുണ്ടാവും. ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ? അതുപോലെ ഒരുപാട് പേര് തിയേറ്ററിലേക്കും വരട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.